ഇനി ഉത്തരാഖണ്ഡിൽ നിന്നൊരു വാർത്ത. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ഉത്തരാഖണ്ഡ്. കരട് ബില്ല് ഉത്തരാഖണ്ഡ് മന്ത്രിസഭ ഇന്ന് പാസാക്കി. ബില്ല് ചൊവ്വാഴ്ച നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നറിയുന്നു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, വിശദാംശങ്ങൾ. ഈ കഴിഞ്ഞ 2-നാണ് ഈ സമിതി ഉത്തരാഖണ്ഡിൽ ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സമിതി കരട് റിപ്പോർട്ട് ഉത്തരാഖണ്ഡ് സർക്കാരിന് കൈമാറിയത്. അതേ സമയത്ത് സർക്കാർ അറിയിച്ചത് ഇതിനായി ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കും. അതിനു മുൻപ് ഈ കരട് ബില്ലിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനായി മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കുമെന്നുള്ളതാണ്. എന്തായാലും നിലവിലിപ്പോൾ മന്ത്രിസഭ ഈ ഒരു കരട് ബില്ല് അംഗീകരിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത നടപടി എന്നുള്ളത് ഇതിനെ നിയമസഭയിലേക്ക് കൊണ്ടുവരിക. നിയമസഭയിൽ ഇത് അവതരിപ്പിച്ച ഭൂരിപക്ഷ വോട്ടെടുപ്പിലൂടെ ഈ ബില്ല് പാസാക്കി അത് നിയമമാക്കുക എന്ന ലക്ഷ്യമാണ് ഇനി സർക്കാരിന് മുമ്പിലുള്ളത്. നേരത്തെ ഈ സമിതി ജസ്റ്റിസ് രഞ്ജൻ ദേശായിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തി ആ കരട് റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിരിക്കുന്നത്. എന്തായാലും വരുന്ന ചൊവ്വാഴ്ചയാണ് ആ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അന്ന് ഈ ബില്ല് സഭയിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് പാസാക്കി നിയമമാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ വന്നാൽ രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും. ഒപ്പം തന്നെ 2022 മുതൽ ആരംഭിച്ചതാണ് ഉത്തരാഖണ്ഡിൽ ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കം കൂടിയാണ് ഈ ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കുവാനുള്ള സർക്കാരിന്റെ തീരുമാനം. ഓക്കെ, താങ്ക് യു അച്യുതൻ. ഇനി നമുക്കൊരു ചെറിയ ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ ശബരിമല വിമാനത്താവളത്തിനായുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാർ അതിവേഗം മുന്നോട്ട് പോകുന്നു. അപ്പോൾ കടുത്ത ആശങ്കയിലാകുന്നു ചെറുവള്ളി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ. നിങ്ങൾക്കറിയാം, ഈ ചെറുവള്ളി എസ്റ്റേറ്റിലാണ് ഈ ശബരിമല വിമാനത്താവളം വരുന്നത്. ഈ എസ്റ്റേറ്റിനെ ആശ്രയിച്ച 300 തൊഴിലാളികളുണ്ട്. അവരുടെ ജീവിതം കട്ടപ്പുകയാകുമോ എന്ന ഭയത്തിലാണ് അവർ. ഈ വാർത്തയിലേക്ക് നമ്മൾ പോകും ഇടവേളയ്ക്ക് ശേഷം.